الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله. بسم الله الرحمن الرحيم. فذكر فإن الذكرى تنفع المؤمنين. صدق الله مولانا العظيم. സഹോദരന്മാരെ, നമ്മുടെ കോളേജ് ജാമിയ വഹബിയ ആരംഭിച്ചിടം മുതൽ 60 വർഷമായി നടന്നു വരുന്ന ജാമിയയുടെ റമദാൻ പ്രഭാഷണത്തിന്റെ തുടർച്ചയാണ് ഈ വർഷം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ആദ്യമൊക്കെ റമദാൻ ഏതാണ്ട് മുഴുവൻ ഭാഗങ്ങളിലും നടന്നിരുന്ന വാഴ്വുകൾ അവസാനത്തെ 10 പ്രവേശിക്കും മുൻപ് തന്നെ ആരംഭിച്ച് 28 അവസാനിക്കുന്ന 10 ദിവസങ്ങളിലായി ഏതാണ്ട് 6 നൂറ്റാണ്ട് കാലത്തിനപ്പുറം തന്നെ പരിമിതപ്പെട്ടിട്ടുണ്ട്. ആ 10 ദിവസത്തിൽ നിന്ന് ഇടക്ക് കൊറോണയുടെയും ലോക്ക്ഡൌണിന്റെയും കാലം വന്നതിന് ശേഷം 27-ാം രാവിന്റെ മുൻപും പിൻപുമായി ഏതാനും ദിവസങ്ങൾ നമുക്ക് നമ്മുടെ സാമ്പത്തികമായ ലക്ഷ്യങ്ങൾ നടക്കാനും ദുആയുടെ കാര്യങ്ങൾ ഏറെക്കുറെയൊക്കെ പതിവ് പോലെ ഉണ്ടാകാനും ആവശ്യമായ ഒരു 4-5 ദിവസങ്ങളിലായി പരിമിതപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ വാഴ്വ്. നമുക്കറിയാം, നമ്മുടെ ഈ സ്ഥാപനം ജാമിയ വഹബിയ, അതിന് പുറത്തുപോയി ഇരിക്കുന്ന റസീവർമാരില്ല, നാട്ടിലും നടന്നു വിരിക്കുന്ന റസീവർമാരില്ല. നമ്മുടെ കുഞ്ഞലിക്കുട്ടിയേക്കാൾ നമ്പറൊക്കെ MK ഉമ്മറൊക്കെ കണ്ടു പഴയ കാലത്തെ വരുന്ന ഏതാനും ചില വരിസംഖ്യക്കാർ, വളരെ കുറഞ്ഞ വരിസംഖ്യക്കാർ, ആ വരിസംഖ്യക്കാർ മാത്രമാണ് മാസാന്തം നമ്മുടെ മായമഞ്ഞി മുറാഖാന്റെ മരണശേഷം മുറാഖം മരിക്കുന്നത് വരെ ഏതാണ്ട് അദ്ദേഹം കൊണ്ടുവന്നു. പിന്നെ അദ്ദേഹം ഏൽപ്പിച്ചനുസരിച്ച് നമ്മുടെ മായമഞ്ഞി കൊണ്ടെടുക്കുന്നത് വളരെ കുറഞ്ഞ വന്നു. അത് ഈ ദേശത്തുള്ള ഏതാനും ചുരുങ്ങിയ അങ്കുലി പരിമിതരായ ആളുകളാണ്. ആ വരിസംഖ്യപ്പുറം നമ്മുടെ ഈ സ്ഥാപനത്തിന് മറ്റു പിരിവുകൾ കാര്യമായില്ല. അരിപ്പിരിവുണ്ടായിരുന്നു, അതിൻ്റെയും ഗതിയും ആ അരി ഇവിടെ വെക്കാനും ഒന്നും പറ്റാത്ത ഒരു സ്ഥിതി വന്നപ്പോൾ അതും നിലച്ചിരിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ്. പിന്നെ ഏതാണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഭാഗമായുള്ള റൂമുകളിലേക്ക് അങ്ങനത്തെ ചില്ലറ വാടകകൾ, ഇത് മാത്രമാണ് നമ്മുടെ സ്ഥാപനത്തിലുള്ള സ്ഥിരമായ വരുമാനം. പിന്നെ ഈ സ്ഥാപനം നടന്നു പോകുന്നത് മാസാന്തം വരുന്ന 4-5 ലക്ഷത്തിലപ്പുറം രൂപ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭക്ഷണത്തിനും അധ്യാപകന്മാരുടെ ശമ്പളത്തിനുമായൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. പഴയ കാലത്തെ മാതിരി 2-3 ഉസ്താദുമാർ നടക്കുന്നവർ ജാമിയ വഹബിയ എന്ന ആ 2 കൊല്ലത്തെ മുത്തവൽ കോഴ്സിന് വരുന്നവർക്ക് നൽകുന്ന ക്ലാസ് അധ്യാപകർ മാത്രമല്ലല്ലോ. ഈ ഇമാം റാസി അക്കാദമി ആരംഭിച്ച ശേഷം അതിലെ ക്ലാസ് 1-ന് 8 ക്ലാസ്സിന് ക്ലാസ് 1-ന് ഒന്നിലധികം 2-3 അധ്യാപകർ വേണ്ട പരിസ്ഥിതിയാണ്. സ്കൂൾ കൂടി നൽകുമ്പോൾ ഓരോരോ വിഷയങ്ങൾക്ക് തന്നെ അധ്യാപകന്മാർ വേണം. ഏറെക്കുറെയൊക്കെ നമ്മുടെ ജാമ്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ ഡിഗ്രി ഉള്ളവരും PG ഉള്ളവരും ഒക്കെയാവുമ്പോൾ അവരാൽ ചെറിയ ലെവലിൽ ക്ലാസുകൾ കുറെയൊക്കെ നടന്നുകൊണ്ടും പരമാവധി പുറത്തിരുന്നുള്ള അധ്യാപകരെ ചെറിയ വേതനത്തിൽ നിർത്തിക്കൊണ്ടുമൊക്കെയാണ് ശമ്പളത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ഇറുക്കി പിടിച്ച് മുന്നോട്ട് പോകുന്നത്. എന്നാലും ഭക്ഷണം തന്നെ ഭാരിച്ച ഒരു ചെലവാണ്. 100-ൽ പരം വിദ്യാർത്ഥികൾ നമ്മുടെ ഇമാം റാസി അക്കാദമിയിലും ഏതാണ്ട് 100ഓളം 80-ൽ പരം നല്ല മിടുക്കന്മാരായ മൂല്യന്മാര് ജാമ്യയിലും ഇതൊക്കെ ഇവിടെ തിന്നാനുള്ളതാണ്. അധ്യാപകന്മാരും ഒക്കെ തിന്നാനുള്ളതാണ്. ഇത്രയും ആളുകൾ ദിവസേന തിന്നുന്ന നിലയിൽ ഈ സ്ഥാപനത്തിൽ വരുന്ന ചെലവ് നിങ്ങൾ ഒപ്പിച്ചു നോക്കുക. എന്നാൽ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഇതിന്റെ സ്ഥാപകരായ ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമാ അവരുടെ ബർക്കത്ത് കൊണ്ട്
ഇതങ്ങനെ ഒരു സ്ഥാപനം സ്ഥാപിതമായി വന്നതാണല്ലോ അള്ളാഹുവിന്റെ ഉദക്കപ്രകാരം തന്നെ. ശൈഖുന അതിന് പേരിട്ടത് വഹബിയ്യ എന്നാണ്. അള്ളാഹുവിന്റെ ഔദാര്യത്താൽ ഉണ്ടായത്. ആ വാക്കിന്റെ അർത്ഥമാണ് വഹാബായ അള്ളാഹുവിന്റെ ഔദാര്യത്താൽ ഉണ്ടായ ജാമിഅ യൂണിവേഴ്സിറ്റി, ജാമിഅ വഹബിയ്യ. അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിലനിൽക്കുന്ന ഈ ജാമിഅ വഹബിയ്യ സ്ഥാപിതമായതും അള്ളാഹുവിന്റെ ഔദാര്യത്തിലാണ്, നിലനിൽക്കുന്നതും അള്ളാഹുവിന്റെ ഔദാര്യത്തിലാണ്, മുന്നോട്ട് പോകുന്നതും അള്ളാഹുവിന്റെ ഔദാര്യത്തിലാണ്. ഒരു വർഷത്തെ ചെലവിന് യാതൊരുവിധ കടബാധ്യതകളും വരാതെ മിക്കവാറും ഒക്കെ വർഷാന്തം മിച്ചം വെച്ചതാ. പിന്നെ കുറെ പണികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ എടുക്കേണ്ടി വരുമ്പോൾ വരാതെ മിക്കവാറും മിച്ചം വെച്ചു തന്നെ ഈ റമദാനിന്റെ വഴതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ആകെ 1,00,000 രൂപ ഗൾഫിലെ നമ്മുടെ ജില്ലയിലെ ഓക്കെ മുറിയിലൊക്കെ ഉണ്ട്. അവരൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന പിരിവിന്റെ അടിസ്ഥാനത്തിൽ വന്ന 1,00,000 രൂപയൊക്കെയാണ് ഉണ്ടാകുക. അതൊക്കെ അടക്കം വരെ 1-1.5 ലക്ഷം രൂപ ആകെ കിട്ടിയിരുന്ന ഇടത്തിരുന്ന് 30-35 ലക്ഷം രൂപ മാസം റമദാനിന്റെ വഴതിന് ഇപ്പൊ നമുക്ക് കലക്ഷൻ ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെയും നമ്മുടെ നാടിൽ നിന്നുള്ള പഴയ കാലത്ത് വരുമാന രീതിയിലല്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ വഴത് പ്രാദേശികമായി ഈ വണ്ടൂര് സ്വദേശികളിൽ പരിമിതമായ ഒരു വഴതായിരുന്നു. അവർക്കേ ഈ വഴത് അറിയുകയുമുള്ളൂ ഇങ്ങനൊരു വഴത് നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാസറ്റൊക്കെ ഇറക്കാൻ തുടങ്ങിയത് മുതലും 22,000 തലേന്നും പിറ്റേന്നൊക്കെ ആയിട്ട് നമ്മൾ നടക്കുന്ന പ്രസംഗങ്ങൾക്ക് എല്ലായിടത്തും എത്തിയിട്ട് റമദാൻ പ്രഭാഷണം, ജാമിയയുടെ പ്രഭാഷണം മുതലുള്ള പൊതുവായൊരു പേരിന്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് ഒരു 1 നൂറ്റാണ്ട് കാലമായി, ഒരു 49 വർഷത്തിലപ്പുറമായി ഈ ഉള്ളവനും അതിന്റെ ഭാഗമാണ്. അതിന് ശേഷമുള്ള ഈ കാസറ്റുകളിലൂടെയും മറ്റൊക്കെ വന്നിട്ടാണ് ഇങ്ങനെ ഒരു വഴത് ഇവിടെ നടക്കുന്നത് പൊതുവെ പുറത്തറിയുന്നത്. ഈ അക്കാദമി തുടങ്ങിയതിന്റെ ശേഷം പ്രത്യേകിച്ചും കൊറോണയുടെയും ലോക്ക്ഡൌണിന്റെയും ആ വിഷമാവസ്ഥയിൽ നമ്മൾ അല്ലാഹു തആലയുടെ ഔദാര്യം കൊണ്ട് ആ വിഷമാവസ്ഥയിലും കൂടി കോളേജ് മുന്നോട്ട് കൊണ്ടുപോയ ആളുകൾ, ഒരു ദിവസം മുടങ്ങാതെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയ ആളുകൾ, ഈ മുന്നിലെ ഗേറ്റുണ്ട് അടച്ചിട്ട് ഈ സ്ഥാപനം മുന്നോട്ട് പോയിട്ടുള്ള ആളുകൾ, ലോക്ക്ഡൌൺ എന്ന് ഇന്ത്യ മുഴുവൻ അടഞ്ഞു കിടക്കുമ്പോൾ നമ്മളിവിടെ തുറന്നു കിടക്കുകയായിരുന്നു. ഇതും ദാറുസും അതതിന്റെ മുടക്കമില്ലാതെ നടന്നു പോവുകയായിരുന്നു. ആ കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപക്ഷേ ഇതുവരെ ലഭിച്ചതിലുപരി സംഖ്യ നമുക്ക് കിട്ടിയത് ലോക്ക്ഡൌണിന്റെ കാലത്താണ്. വയലു പറയാത്ത കാലത്ത്, ആൾക്കാർ നിങ്ങളാരും വരണ്ടാത്ത കാലത്ത്, എന്റെ മോന്റെ തർമ്മ ഇരുന്നിട്ട് വെറുതെ 1-2 ആൾക്കാർ എത്തിക്കാണ്ട് നടത്തുന്നത് പുറത്തേക്ക് വെച്ചിട്ടുള്ള ആ കാലത്താണ് വാസ്തവത്തിൽ നമുക്ക് വലിയ സംഖ്യ കിട്ടിയത്. അത്ര പിന്നെ കിട്ടിയിട്ടില്ല. അപ്പൊ ആ ലോക്ക്ഡൌണ് നമുക്കൊരു അനുഗ്രഹമായി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിന്റെ ശേഷമുള്ള ഈ പരിസ്ഥിതി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്ഥാപനത്തെ പുറത്ത് നല്ലപോലെ അറിയിക്കുകയും പുറത്തുള്ള ഉദാരമനസ്കരായ നമ്മുടെ ഇഷ്ടക്കാര്, പിരിശക്കാര്, സ്ഥാപനത്തിന്റെ ഇഷ്ടക്കാര്, ശൈഖുനായുടെ താല്പര്യക്കാര്, നമ്മുടെ സംഘത്തിന്റെ താല്പര്യക്കാര്, സത്യാദർശത്തിന്റെ ബന്ധുക്കള്, ഇൽമിന്റെ സ്നേഹികള്, എല്ലാമായിട്ടുള്ള ആളുകൾ, നിരവധി ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെയും സംഘവ്യത്യാസമില്ലാതെ, ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ, വിഭാഗീയതയില്ലാതെ ഈ നാടിന്റെ വഴതായാണ് ഈ നാട് നടക്കാറുള്ളത്. ഈ നാടിൽ വരുന്ന സംഭാവനകളും അങ്ങനെയാണ്. ഈ നാട്ടിലെ മിക്കവാറും എല്ലാ വീട്ടുകാരും ഇവിടെ കേൾക്കാൻ വരാറില്ലെങ്കിലും ഈ വയതിൽ സംഭാവന കൊണ്ട് ഭാഗമാക്കാറുണ്ട്. അതില്ലാതെ ആരും പോകാറില്ല. ഇതാണ് ഈ വഴതിന്റെ ഒരു വിജയം. അതിനൊപ്പം നമ്മുടെ ഗൾഫ് രാജ്യത്തുള്ള GCCയിലെ ICS ശാഖകളാണ് വാസ്തവത്തിൽ ഈ വഴതിനെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്നതിൽ ഒരു ഘടകം. മറ്റൊരു ഘടകം, പ്രധാനപ്പെട്ട ഘടകം, ഈ സ്ഥാപനത്തിന്റെ സന്തതികളുടെ കൂട്ടായ്മ തന്നെ. വഹബി കുടുംബമെന്നോ മൗഹിബ എന്നോ പേരിൽ അവർ സംഘടിച്ച് നല്ല ഒരു ഗ്രൂപ്പായി അവരുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ ഇതുണ്ട്. അതേപോലെ തന്നെ അഹിബാർ മൗലാന എന്ന പേരിൽ വാട്സാപ്പിലുള്ള ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയുടെ പേരിലും നല്ല ഒരു സംഖ്യ നമ്മുടെ മൗഹിബയെ പോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ വാഴതിൽ വർഷാന്തം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ SYF-ന്റെ കൂട്ടായ്മകളും മറ്റുമൊക്കെയായി നമ്മുടെ വഴത് വിജയിച്ചു പോകാറുണ്ട്. അതിനിയും വിജയിക്കുമെന്ന് തന്നെ നമുക്ക് ആശിക്കാം. നമ്മൾ അള്ളാഹുവിലാണ് ആശിക്കുന്നത്, അള്ളാഹുവിലാണ് നമ്മൾ പ്രതീക്ഷ പുലർത്തുന്നത്. എങ്കിലും നമ്മൾ പരിസരത്ത് ചിന്തിക്കുമ്പോൾ ഘടകങ്ങളൊക്കെ വിപരീതമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സാഹചര്യങ്ങൾ വിപരീതമാണ്. നമുക്കറിയാം, നമ്മളിവിടെ സ്വസ്ഥമായി ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഇഷ്ടക്കാരും പിരിശക്കാരും പ്രവാസികളായ സഹോദരന്മാരും ഒക്കെ സ്വസ്ഥമായി
ഭീതിയില്ലാതിരിക്കുന്ന ഒരു സ്ഥിതിയിലല്ല ഇന്നുള്ളത് നമുക്കറിയാം. അനീതിയുടെ പര്യായമായ, മുഷ്കിന്റെയും ദുഷ്ടതയുടെയും പര്യായമായ ഇസ്രായേലിലായ ജൂതന്മാരുടെയും ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കയുടെയും ദുഷ്ടരാജ്യ യുദ്ധം, അന്യായമായുണ്ടായ ഒരു യുദ്ധം. ആ യുദ്ധത്തിൽ എങ്ങനെ ചിന്തിച്ചാലും ആര് ചിന്തിച്ചാലും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകളൊക്കെയും അന്യായമാണ് ആ യുദ്ധം, അനീതിയാണ് ആ യുദ്ധം, ധിക്കാരപരമാണ് ആ യുദ്ധം, സകല അന്താരാഷ്ട്ര മര്യാദകളെയും നിയമങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ടുള്ള, മറികടന്നുകൊണ്ടുള്ള, ധിക്കരിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധമാണ് എന്ന് ആ യുദ്ധത്തെ പറ്റി വിധി എഴുതുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് വിധി എഴുതുന്നത്. എങ്കിലും ആ യുദ്ധത്തിന് ഇരയായിട്ടുള്ള മർദ്ദിതരോടൊപ്പമാണ് നമ്മുടെ മനസ്സ്. ഇറാനൊപ്പമാണ് നമ്മുടെ എല്ലാ വിശ്വാസികളുടെയും മനസ്സ്. അതങ്ങനെ തന്നെ വേണമല്ലോ, മർദ്ദിതരോടൊപ്പം വേണമല്ലോ നമ്മൾ എപ്പോഴും നിൽക്കാൻ. മർദ്ദകരായ മഹാമുഷ്കന്മാരായ ദുഷ്ടന്മാരിൽ നിന്നും മർദ്ദനമേറ്റുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടാകുമ്പോൾ ആ ദുർബലരോടും അതുപോലെ മർദ്ദിതരോടുമാണ് വിശ്വാസികളുടെ മനസ്സ് എപ്പോഴും ചാഞ്ഞു നിൽക്കുക. എങ്കിൽ പോലും ആ യുദ്ധത്തിന്റെ ഗതിവിഗതികൾ അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ലക്ഷ്യമാക്കി ആണ് നടത്തുന്നതെങ്കിലും ചിലപ്പോൾ നമ്മുടെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ, മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ മിസൈലുകൾ ഇങ്ങനെ കൊണ്ട് പതിക്കുമ്പോൾ താവളങ്ങൾ എവിടെ കിടക്കുന്നു വെച്ചാൽ അവിടെയൊക്കെ നമ്മുടെ മലയാളികളുണ്ടല്ലോ. നമ്മൾ മലയാളിയില്ലാത്ത മേഖല ഇല്ലല്ലോ എവിടെയും. അപ്പൊ ആ മേഖലയിലുള്ള നമ്മുടെ മലയാളികളെ വരെ സംഭീതമാക്കുന്ന രീതിയിലുള്ള മിസൈലിന്റെയും ഡ്രോണുകളുടെയും ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഗൾഫ് രാജ്യങ്ങളിലെ പല രാജ്യങ്ങളെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ രാജ്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാലുണ്ടായിരിക്കുന്ന വളരെ വലിയ മാനസികമായ വിഭ്രാന്തിയും വിഷമവും സംഭീതിയും നമ്മുടെ സഹോദരന്മാരെ നടത്തുന്നു. അവരെ ചൊല്ലി നമ്മളിവിടെ കുടുംബങ്ങളൊക്കെ നടക്കുന്നു, പ്രയാസപ്പെടുന്നു. മാത്രമല്ല ഇതൊരു സാമ്പത്തിക യുദ്ധമാക്കി അമേരിക്കയുടെ നട്ടലൊടുക്കുന്ന തരത്തിലുള്ള വമ്പൻ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ എല്ലാം നട്ടലൊടിക്കുന്ന ഒരു യുദ്ധമാക്കി, ഒരു എണ്ണയുദ്ധമാക്കി ഹോർമസ് കടലെടുക്ക് അടച്ചുകൊണ്ട് തന്ത്രപരമായിട്ടുള്ള നീക്കം ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു മഹായുദ്ധമായി ഇത് മാറുകയും എല്ലാവരും അതിന്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നമ്മുടെ വീട്ടുകളിലും പള്ളികളിലും ഒക്കെ പൊരിക്കടികൾ കൊടുക്കുന്ന ആൾക്കാർക്ക് പൊരിക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്യാസുകൾ കിട്ടാനില്ല. അനേകം ഹോട്ടലുകൾക്ക് ഗ്യാസുകൾ കിട്ടാനില്ലാതെ പൂട്ടിക്കിടക്കുന്നു. അനേകം കടകൾ അങ്ങനെ മുടങ്ങിക്കിടക്കുന്നു. നമ്മുടെ വീടുകളിലേക്കുള്ള ഗ്യാസുകൾ കിട്ടാൻ വളരെയധികം പ്രയാസപ്പെടുന്നു. എത്രയോ ക്യൂ നിന്നാലും ദിവസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്താലും കിട്ടാത്ത അവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ വിറക് കത്തിച്ചുകൊണ്ടുള്ള ഒരു അടുപ്പിന്റെ സ്വഭാവമേ നമ്മുടെ വീട്ടിലില്ലല്ലോ. ആർക്കും അത് അറിഞ്ഞൂടാത്ത സ്വഭാവം. എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. അത് ധാരാളം മക്കളുണ്ട്. ധാരാളം മക്കളുടെ വീടുകളിൽ പറഞ്ഞന്നെ വേണോ. അതില്ലാത്ത വീടുകളിലൊക്കെ കുറഞ്ഞ വീട് ഒരു 4 കുട്ടികളും ബാപ്പിയമ്മയൊക്കെയാണെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഈ ഗ്യാസ് മാത്രം വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ കരണ്ട്, ഇതുകൊണ്ട് സംഗതികൾ നടക്കും. അതങ്ങ് മുടങ്ങിപ്പോയാൽ നമ്മുടെ ജീവിതം തന്നെ മുട്ടിപ്പോവുകയും ഭക്ഷണവും അന്നവും മുട്ടിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് എല്ലാം ഉണ്ടായാൽ. പിന്നെ വിലക്കയറ്റമാവട്ടെ, ഇപ്പൊ നേരിട്ട് എണ്ണയ്ക്ക് വില ഒന്നും കയറിയിട്ടില്ലെങ്കിലും ഇങ്ങനെ പോയാല് എണ്ണയ്ക്ക് വില കൂടിയാൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗങ്ങളെ എല്ലാം ഇത് സ്പർശിക്കുകയും യുദ്ധത്തിന്റെ കെടുതികൾ നമ്മളെല്ലാവരും ലോകരാജ്യങ്ങൾ മുഴുവനും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അല്ലാഹു തആല കഴിയട്ടെ. ദുഷ്ടന്മാരെയും ഇസ്ലാമിന്റെയും മുസ്ലിം ഉമ്മത്തിന്റെയും മുസ്ലിം രാഷ്ട്രങ്ങളുടെയും ശത്രുക്കളായി അവരുടെ നെറ്റലൊടിക്കാൻ വേണ്ടി വിലപ്പെടുന്ന എല്ലാ ദുഷ്ടശക്തികളുടെയും ശക്തിയും മുനയും അല്ലാഹു തആല ഒടിക്കട്ടെ. അല്ലാഹു അവരെ നശിപ്പിക്കട്ടെ. ജൂത തലവന്മാരെയും കുറ്റകൃത്യങ്ങളും ക്രൂരതകളും തന്നെ ചെയ്തു വരികയിരിക്കുന്ന ജൂതന്മാരുടെ ഏറ്റവും ചെറിയ താവളത്തിലുള്ള രാഷ്ട്രത്തിന്റെ തലയിൽ നിന്ന് അത് മുഴുവൻ ഉണ്ടാകുന്നത് ഒരു നെതന്യാഹുവിന്റെ രാഷ്ട്രത്തിന്റെ തലയിൽ നിന്ന് ആ രാഷ്ട്രത്തെയൊക്കെ അല്ലാഹു തആല അതർഹിക്കുന്ന തരത്തിൽ അല്ലാഹു തആല നശിപ്പിക്കുകയും അവർക്ക് അർഹിക്കുന്ന തരത്തിലുള്ള പരാജയം അല്ലാഹു തആല കൊടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് മുസ്ലിം ഉമ്മത്തിന് ശുഭകരവും ഗുണകരവും ഹിതകരവുമാകുന്ന വിധം അല്ലാഹു യുദ്ധത്തെ പര്യവസാനിപ്പിക്കട്ടെ. ഇതിന്റെ കെടുതികളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നമ്മുടെ സഹോദരന്മാരായ ഈ ഉമ്മത്തിലെ സഹോദരന്മാരായ വിശ്വാസികളായ സഹോദരന്മാരായ എല്ലാവരെയും
റഹ്മാനും റഹീമുമായ റബ്ബേ, നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. ഗൾഫ് നാടുകളിലുള്ള എല്ലാ ഭീതാവസ്ഥയിൽ നിന്നും സംഭീതാവസ്ഥയിൽ നിന്നും ഗൾഫ് നാടുകളായ എല്ലാ നാടുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസികൾ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. ആ അവസ്ഥയിൽ നിന്നും നീ അവരെ രക്ഷപ്പെടുത്തണമേ റഹ്മാനെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നീ നീക്കേണ്ടത് റഹ്മാനെ. ശത്രുക്കളും നിന്റെ ശത്രുക്കളും നിന്റെ ദീനിന്റെ ശത്രുക്കളുമായിട്ടുള്ള ആളുകൾക്ക് മാത്രം പരാജയപ്പെടുന്ന വിധം ഈ യുദ്ധത്തിനെ പര്യവസാനിപ്പിക്കണമേ റഹ്മാനെ. നീ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമേ റഹ്മാനെ. അതിനുകൂടിയുള്ള പ്രാർത്ഥനകളായി ഈ 3-4 ദിവസം 4-5 ദിവസം നടക്കുന്ന ഈ പരിപാടി മാറണം ഇൻഷാ അല്ലാഹ്. ഇന്നിവിടെ ഒരു തുടക്കം കുറിക്കുകയാണ്. വളരെ കുറഞ്ഞ നേരം, ഒരൊറ്റ മണിക്കൂറിൽ ചുരുങ്ങുന്ന വിധത്തിൽ ഉള്ളൊരു പ്രസംഗമേ വേണ്ടിയുള്ളൂ. അതിന് നിങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഇന്ന് വന്ന പോലെ തന്നെ ഒരു 4-5 ദിവസം സംസാരിക്കുന്ന ആളുകൾക്ക് ആരെങ്കിലും മുന്നിലില്ല, ഞാൻ പേര് വിരുദ്ധം. അപ്പോൾ പറ്റുന്ന ചെറുപ്പക്കാർ സംസാരിക്കുമ്പോൾ വളരെ കുറഞ്ഞ നേരമാക്കി നമ്മൾ പരിമേൽ കൊടുത്തിട്ട് ആർക്കാപ്പം വഴന്ന് കേൾക്കേണ്ടി. ആരാപ്പം വഴന്നു പോയിട്ടുള്ള ആ റോട്ടിൽ കൂടെ നിങ്ങൾ നടന്നു നോക്കുകയാണെങ്കിൽ, ഒരു വാഹനത്തിൽ സംഘടിച്ചു നോക്കുകയാണെങ്കിൽ, നോമ്പും തുറന്ന ആ റോഡിന്റെ ഓരങ്ങളിൽ മുഴുവൻ ആണും പെണ്ണും ഒപ്പ. ആണിന്റെ അതേമാതിരി പാൻറ്റിട്ട പെണ്ണുങ്ങൾ, ആണിന്റെ അതേമാതിരിത്തെ വേഷത്തിലുള്ള പെണ്ണുങ്ങൾ. ചിലര് മക്കനെയും പറയുന്നതൊക്കെ ഇറക്കൊക്കെ ഉണ്ടാവും, ചിലര് പുറത്തും കൂട്ടൊക്കെ ഉണ്ടാവും. തിന്നിക്കുപ്പ എടുക്കാൻ പണ്ടൊക്കെ ഇറക്കുണ്ട്. 25,000 അടുത്തായിട്ട് ഇങ്ങനെ ഇറക്കും. അതൊന്നും അല്ല ഇപ്പോ. ഈ ഉപ്പിട്ടതില്ലാതെ കടകൾ എല്ലായിടത്തും കടകൾ. അത് തിന്നാൻ ഇറങ്ങി വരിക പെണ്ണുങ്ങള്. അവർക്ക് വീട്ടിൽ ഉപ്പിലിട്ടൂടെ? യാതൊരു കുഴപ്പമില്ലാതെ, ഒരു കലർപ്പും ഇല്ലാതെ നല്ല നിരക്ക് വീട്ടിൽ ഉപ്പിലിട്ട് ഒന്നുകൂടാ. ഉപ്പിലിടുന്ന പെണ്ണുങ്ങള് ഓരോരുന്ന ഈ സാധനം റോഡിൽ പല സാധനങ്ങളും കൂട്ടിച്ചേർത്ത് ഇടുന്നത് തിന്നാൻ വേണ്ടി കണ്ട് ഇറങ്ങുന്ന കാലം. അതാണ് നമ്മുടെ ചെറുപ്പക്കാരികൾ, നമ്മളെ മക്കളാണിത്. സ്കൂളിൽ പോയി ചിലായ മക്കൾ സ്കൂളിൽ അവരങ്ങളുടെ കൂടെയല്ലേ പോകുന്നത്. സ്കൂളിൽ പോയിരുന്ന അതേമാതിരി തന്നെ പുറത്തിറങ്ങിയാൽ വാപ്പാർക്കുമാർക്കും തോന്നുന്നു, ഓർക്കും തോന്നുന്നു. നട്ടപ്പാതിരാക്കി ഇറങ്ങുന്ന മക്കള്, ആ മക്കളാണ് നമ്മുടെ മക്കളിപ്പോ. അത്തരം മക്കള്, ആ മക്കൾക്ക് ഇപ്പൊ വയലു വേണം, അവർക്ക് ഉറുതി വേണം, അവർക്ക് പ്രസംഗം വേണം, അവർക്ക് ആയത്ത് കേൾക്കണം, അവർക്ക് വല്ലതും വേണം. മന്ത്രികളിൽ ഒളിച്ചിരിക്കേണ്ട ഗതികേടാണ് എല്ലാവിധ ശക്തികളുമുള്ള രാഷ്ട്രങ്ങൾക്ക് ഇവരെ എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. 2 കൊല്ലം നമ്മൾ ലോക്ക്ഡൌണിൽ വീടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന് പുറത്തിറങ്ങാൻ ഗതിയില്ലാതെ ബുദ്ധിമുട്ടിയതും വിഷമിച്ചതും, നമ്മുടെ വീടിന്റെ അകത്ത് മാത്രം നിന്ന് ഫോണിൽ മാത്രം പഠനവും വിദ്യാഭ്യാസവും തുറന്നു പോയ അവസ്ഥകൾ നമ്മൾ മറന്നു പോകരുത്. ഇതിനൊന്നും അള്ളാഹ് നമ്മളാരും പരിപ്പോറില്ല. ഒരു സെക്കൻഡ് മതി അള്ളാഹുവിന്റെ തീരുമാനം മാറാൻ ഒരു പരീക്ഷണം വരാൻ. ഒരു ചെറിയ വൈറസ് അള്ളാഹു ഇറക്കിയിട്ട് ഒരു രോഗം വന്നാൽ ലോക്ക്ഡൌൺ തന്നെ പിന്നെ നമ്മളെ മോഡി അടക്കമുള്ള ഭരണാധികാരികൾ പറയും. അതാണ് അവസ്ഥ. ഇത്തരം അവസ്ഥക്കൊക്കെ ഇങ്ങനത്തെ വരുന്ന കാലത്തെ ഈ തരം അവസ്ഥകൾ, നമ്മളാൽ തന്നെ ഉണ്ടായിത്തീരുന്ന ഈ അവസ്ഥകൾ, നമ്മൾ വലിച്ചിടുന്ന ഇത്തരം യുദ്ധങ്ങൾ, ഇതിനൊക്കെ കുനൂത്തോതിയിട്ടൊന്നും ഫലല്ല. കുനൂത്തോന്നതും നമ്മളല്ല, ഇത് മറ്റേ മകനോതിയിട്ടൊന്നും ഫലല്ല. നമ്മൾ ഓതി 2 കൊല്ലാണ് ഓതിയത്. കൊറോണക്ക് കുനൂത്തോതാൻ വേണ്ടി 2 കൊല്ലം കുനൂത്തോതിയിട്ട് ഇത് എങ്ങനെ അവസാനിപ്പിക്കേണ്ടതെന്ന് അറിഞ്ഞ മൂല്യന്മാർ കുടുക്കിപ്പോയി. പറയാനോ ആഹ്വാനം ചെയ്യാനോ തുടങ്ങിക്കാനോ ആളുണ്ട്, അവസാനിപ്പിക്കാനോ ആളില്ല, ഇതൊന്നും നിർത്തി അറിയാൻ ആളില്ല. എങ്ങനെയാ അത് നിർത്തേണ്ടതെന്ന് അറിയാതെ കുഴങ്ങിപ്പോയി 2 കൊല്ലം ഊതിയിട്ട്. അപ്പൊ അതുകൊണ്ടൊന്നും അവസാനിക്കുന്നിടത്തല്ല ഇപ്പോൾ വരുന്ന പരീക്ഷണങ്ങൾ. എല്ലാതരം പരീക്ഷണങ്ങളും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നാൽ നമ്മൾ സഹിക്കല്ലാതെ നിവർത്തിണ്ടാവില്ല. ആ തരമാണ് നമ്മുടെ ജീവിതം, ആ മനോഭാവമാണ് നമ്മുടേത്, ആ തരത്തിലുള്ള മനസ്സാണ് നമ്മുടേത്. എന്നാൽ വല്ല സമാധാനവും ഇല്ല തന്നെ. ഒരിക്കലും ജീവിതത്തിനൊരു സമാധാനമില്ലാത്ത പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സമാധാനം ലഭിക്കാൻ എന്ന വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ സംസാരം നിങ്ങൾ എല്ലാവരും കേൾക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ റസൂല് കാണുന്നമാതിരി നമ്മൾ കാണില്ല, പക്ഷെ റസൂൽ തന്ന വിവരമനുസരിച്ച് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. മലക്കുകളാകെ ഒതുങ്ങി നിൽക്കുന്ന സദസ്സാണ് ഈ ഇൽമിന്റെ സദസ്സ്. ആത്മാർത്ഥതയുടെ സദസ്സാണിത്, ഇഖ്ലാസിന്റെ സദസ്സാണിത്, ഭക്തിയുടെ സദസ്സാണിത്, ബറക്കത്തുള്ള നല്ല ഗുരുമഹത്തുക്കൾ തുടങ്ങി തന്ന ആരംഭിച്ചിട്ടുള്ള സദസ്സാണിത്. അവർ മുന്നോട്ട് കൊണ്ടുപോയ സദസ്സാണിത്. തീർച്ചയായും ഇവിടെ റഹ്മത്തിന്റെ മലക്കുകൾ പൊതിഞ്ഞു നിൽക്കും.
ആ റഹ്മത്തിന്റെ മലക്കുകളുടെ ചിറകിനടിയിൽ നിൽക്കാൻ താല്പര്യമുള്ളവർ ഒരു 4-5 ദിവസം ഈ പരിപാടിക്ക് വന്നുകൊണ്ട് സഹകരിക്കണമെന്ന് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പ്രത്യേകം ഉണർത്തിക്കൊണ്ട് തൽക്കാലം നമ്മുടെ സ്ഥാപനത്തിലെ ഇമാം റാസി അക്കാദമിയിലെ ഉസ്താദ് അബ്ദുൽ സമദ് വഹബി സംസാരിക്കും. ആ സംസാരം കഴിഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം.